ഹലോ എവരിവൺ, ഇറ്റ്സ് മീ സബിത ചാൾസ് ഫ്രം പൂത്തുരാൻസ്. നമ്മളിന്ന് കാണുന്നത് കാംബ്രിക് കോട്ടണിൽ തന്നെ കാന്താവർക്കിൽ വന്നിട്ടുള്ള അതുപോലെ തന്നെ അജ്രക് പ്രിന്റോട് കൂടെ വന്നിട്ടുള്ള റണ്ണിങ് ഫാബ്രിക്കുകളുടെ കളക്ഷനാണ്. എല്ലാം തന്നെ നല്ല ഭംഗിയുള്ള കളക്ഷനുകൾ തന്നെയാണ്. അതുപോലെ തന്നെ എൻ്റെ വിട്ട് വന്നിരിക്കുന്നത് 44 ഇഞ്ച് വിട്ടിൽ, പ്രൈസ് വന്നിരിക്കുന്നത് 109 പെർ മീറ്ററിലാണ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടതെന്നും പേയ്മെൻറ്റ് ചെയ്യേണ്ടതെന്നും ഞങ്ങൾ എങ്ങനെയാണ് കൊറിയർ ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയുടെ ലാസ്റ്റിൽ പറയുന്നുണ്ട്. ഫുൾ ആയിട്ട് വാച്ച് ചെയ്തതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാൻ ട്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ കണ്ടു നോക്കാം, ഓരോന്നോരോന്നായിട്ട് നമുക്ക് കാണാം. ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നത് പ്ലെയിൻ ആയിട്ടാണ്, അതായത് കാംബ്രിക്കിൽ തന്നെ വിത്തൗട്ട് കാന്താവർക്കിലുള്ള ഡ്രസ്സ് വെച്ചിട്ടാണ്, ഫാബ്രിക് വെച്ചിട്ടാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഡ്രസ്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതുപോലെ തന്നെ അതിൽ തന്നെ കാന്താവർക്കിൽ വന്നിട്ടുള്ളതാണ്. പ്രിൻറ്റിന് കുറച്ച് ഡിഫറൻസ് ഉണ്ട്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. വിട്ട് വന്നിരിക്കുന്നത് 44 ഇഞ്ച് വിട്ടിൽ, പ്രൈസ് വന്നിരിക്കുന്നത് 109 പെർ മീറ്ററിലാണ്. നമ്മൾ ആദ്യം കാണുന്നത് ഗ്രീനും യെല്ലോയും റെഡും ഒക്കെ കൂടെ വന്നിട്ടുള്ളതാണ്. ഇതിനകത്ത് വന്നിരിക്കുന്നത് കാന്താവർക്കിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ക്ലോസ് വീൽ ഞാൻ കാണിക്കാം. അതിന് മുമ്പ് ഞാനൊന്ന് വെച്ച് കാണിച്ചു തരാം. ഈ ഫാബ്രിക് എങ്ങനെയാണ് ഡിസൈൻ വരിക എന്നുള്ളത് കാണിച്ചു തരാം. ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ പ്രിൻ്റ് പോകുന്നത് നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ. ഇനി ക്ലോസ് വീൽ ഒന്ന് കാണിക്കാം. ക്ലോസ് വ്യൂവിൽ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. കാന്താവർക്കിൻ്റെ ത്രെഡിന് ഒരു വൈറ്റ് കളറിലാണ് പോയിരിക്കുന്നത്. റെഡും ബ്ലാക്കും അതുപോലെ യെല്ലോയും ഒക്കെ കൂടിയുള്ള പ്രിൻ്റാണ് ഇതിനകത്ത് പോയിരിക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഡിസൈൻ നോക്കാം. 44 ഇഞ്ച് വിഡ്ത്തിൽ തന്നെ 60s by 60s ആയിട്ടുള്ള കാംബ്രിക് കോട്ടണിൽ 109 പെർ മീറ്ററിലാണ് വന്നിരിക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് ഡിസൈൻ നോക്കാം. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു ഫ്ലോറൽ പ്രിൻറ്റിലാണ്. ഫ്ലോറൽ പ്രിന്റിൽ വന്നിരിക്കുന്ന ഡിസൈൻ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് വരുന്നത് ഇങ്ങനെയാണ്. നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും ഇതിൻ്റെ പ്രിന്റ് വരുന്നത്. ക്ലോസ് വ്യൂവിൽ കാണാം. നാൽപ്പത്തിനാല് ഇഞ്ച് വിഡ്ത്തിൽ തന്നെ 109 ആണ് പ്രൈസ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ഇതിൻ്റെ തന്നെ ഒരു ഫ്ലോറൽ പ്രിൻറ്റിലുള്ളതാണ്. നല്ല ഭംഗിയുള്ള പ്രിന്റ് തന്നെയാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇതും വന്നിരിക്കുന്നത് 109 തന്നെയാണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത്. രണ്ട് ഭാഗം ഉള്ളത് കൊണ്ടാണ് കളർ ഷെയ്ഡ് ഒരു കളർ കുറഞ്ഞതായിട്ട് തോന്നുന്നത്. നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും ഈ ഡ്രസ്സ് വരുന്നത്. ഇതിൻ്റെയും ക്ലോസ് വ്യൂവിൽ കാണിച്ചു തരാം. ക്ലോസ് വ്യൂവിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പ്രിന്റ് മനസ്സിലാകും. ഗ്രീനിനകത്ത് തന്നെ റെഡും യെല്ലോയും കൂടെ ആയിട്ടുള്ളൊരു മിക്സിലാണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നത് കാന്താവർക്കിൽ തന്നെ വന്നിട്ടുള്ള റണ്ണിങ് ഫാബ്രിക് ആണ്. കുറച്ചധികം യെല്ലോ കൂടി നിൽക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഇത് വരുന്നത്. 109 ആണ് പ്രൈസ് വന്നിരിക്കുന്നത്. കാന്താവർക്കിൽ തന്നെ 44 ഇഞ്ച് വിഡ്ത്തിലാണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നത് ഈ ഒരു പ്രിന്റിലാണ്. ഒരു ഗ്രീൻ കളറിലുള്ളതാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ പോകുന്നത്. നമുക്കിതും ക്ലോസ് വ്യൂവിൽ നോക്കാം. ലാസ്റ്റ് വൺ വന്നിരിക്കുന്നത് അജ്രക് പ്രിന്റിലാണ്. യെല്ലോ ആണ് അതിനകത്ത് അധികവും തന്നെ കൂടി നിൽക്കുന്നത്. നമുക്കത് വെച്ച് നോക്കാം. വെച്ച് നോക്കി കഴിഞ്ഞിട്ട് നമുക്ക് ക്ലോസ് വ്യൂവിൽ കാണാം. വെച്ച് നോക്കുമ്പോൾ ഇത് ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്കിത് ക്ലോസ് വ്യൂവിൽ കാണാം. നമ്മളിന്ന് കണ്ടത് കാംബ്രിക് കോട്ടണിൽ തന്നെ കാന്താവർക്കോട് കൂടെ വന്നിരുന്ന റണ്ണിങ് ഫാബ്രിക്കുകളുടെ കളക്ഷനാണ്. ഒരു ഗ്രീനും യെല്ലോയും കൂടെ മിക്സായി വന്നിട്ടുള്ള കളേഴ്സിലാണ് എല്ലാം തന്നെ നമ്മൾ കണ്ടത്. വിഡ്ത്ത് വന്നിരിക്കുന്നത് 44 ഇഞ്ച് വിഡ്ത്തിൽ, പ്രൈസ് വന്നിരിക്കുന്നത് 109 പെർ മീറ്ററിലാണ്. നമ്മളിന്ന് കണ്ട പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യേണ്ട വിധം ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക. ചിലരൊക്കെ പറയാറുണ്ട് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ കഴിയുന്നില്ല, അതല്ലെങ്കിൽ പിക്ചർ കണ്ടിട്ട് വേണം സെലക്ട് ചെയ്യാനെന്നൊക്കെ. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വാട്സാപ്പ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡെയിലി ഔട്ടാകുന്ന വീഡിയോയുടെ പിക്ചർ നമ്മൾ അതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാനായിട്ട്
ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ വാട്സാപ്പ് ചാനലിൻ്റെ ലിങ്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കയറി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ നമ്മുടെ വാട്സാപ്പ് ചാനലിലേക്ക് ജോയിൻ ചെയ്യാനും അതിൽ നിന്ന് പിക്ചർ കണ്ട് സെലക്ട് ചെയ്യാനൊക്കെ ആയിട്ട് കഴിയും. അതുപോലെ തന്നെ നമ്മളെല്ലാം തന്നെ പേയ്മെൻറ്റ് റിസീവ് ചെയ്യുന്നത് പേടിഎമ്മിൻ്റെ ഒരു QR കോഡ് വഴിയാണ്. അപ്പോൾ നോർമലി നമ്മൾ ആർക്കും തന്നെ നമ്പർ കൊടുക്കാറില്ല. വേറെ ഒന്നും കൊണ്ടല്ല, കുറച്ച് പേരൊക്കെ അത് ടൈപ്പ് ചെയ്ത് വരുമ്പോഴേക്കും ആ നമ്പർ ചേഞ്ചായി നിങ്ങളുടെ മണി തന്നെ ലോസ് ആവാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ QR കോഡ് സെൻഡ് ചെയ്ത് തരുന്നത്. അപ്പോൾ QR കോഡ് സെൻഡ് ചെയ്ത് കഴിയുമ്പോൾ അത് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യാം സാധിക്കുന്നതാണ്. അങ്ങനെ അറിയുന്നില്ല കഴിയുന്നില്ല എന്ന് പറയുന്നവർക്കൊക്കെ ആയിട്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടീം അത് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അതിൽ നോക്കി വളരെ ഈസി ആയിട്ട് തന്നെ പേയ്മെൻറ്റും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം നമ്മൾ കൊറിയർ ചെയ്യുന്നത് ഇന്ത്യ പോസ്റ്റ് വഴിയാണ്. നോർമലി 500 എബവ് വരുന്ന ബില്ലുകളെല്ലാം കേരളത്തിനകത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ്. ഔട്ട്സൈഡ് കേരളയ്ക്ക് നമ്മൾ 50 റുപ്പീസ് ചാർജ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 500 ബിലോയ്ക്ക് വരുന്നതിനും നമ്മൾ 50 റുപ്പീസാണ് ചാർജ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യ പോസ്റ്റ് വഴിയാണെന്ന്. നിങ്ങൾക്ക് സ്പീഡ് പോസ്റ്റോ DTDC ആവശ്യമുണ്ടെങ്കിൽ അതൊന്ന് ഇൻഫോം ചെയ്യുക. അതിനുള്ള പേയ്മെൻറ്റ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിൽ കുറച്ച് പേര് ചോദിക്കുന്നതാണ് ഷോപ്പിൽ അവൈലബിൾ ആണോ? അതെ, ഇതെല്ലാം തന്നെ ഷോപ്പിൽ അവൈലബിൾ ആണ്. വീഡിയോ ഔട്ട് ആകുന്ന ഡേ മോർണിംഗ് സമയത്ത് വന്നാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് പർച്ചേസ് ചെയ്യാൻ കഴിയുന്നതാണ്. ഷോപ്പ് എവിടെയാണെന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടി പറയട്ടെ, അങ്കമാലി ടൗണിൽ തന്നെയാണ് നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത്. SBI ബാങ്കിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, നമ്മുടെ വീഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ഒരു മൊബൈലിൽ തന്നെയാണ്. ഒരു ഫിൽറ്ററും ഇല്ലാതെയാണ് റെക്കോർഡ് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും. അപ്പോൾ ഒരു 10 to 15% കളർ വേരിയേഷൻ നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചിട്ട് വേണേ വാങ്ങിക്കാനായിട്ട്. നമ്മളിത് സെയിൽ ചെയ്യുന്നത് കൊണ്ട് ഒരു ഫിൽട്രേഷനുള്ള വെച്ചിട്ടല്ല നമ്മളത് പർച്ചേസ് ചെയ്യുന്നത്. എങ്കിലും ഫോട്ടോയും വീഡിയോഗ്രാഫിയും തമ്മിലുള്ള വ്യത്യാസത്തിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും കുറച്ച് ചേഞ്ച് വരുന്നുണ്ട്. മാക്സിമം ഞാൻ കാണിക്കാവുന്നതിൻ്റെ എല്ലാ ഡീറ്റെയിലും പറഞ്ഞിട്ട് തന്നെയാണ് വീഡിയോ ചെയ്യുന്നത്. ഒന്നും തന്നെ നമ്മൾ ഹൈഡ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ കോട്ടൺ മെറ്റീരിയൽ വാങ്ങിക്കുന്നവരുടെ ശ്രദ്ധയ്ക്കായിട്ടൊരു കാര്യം പറയട്ടെ. നമ്മൾ ഒത്തിരി ഫാബ്രിക്സ് വെച്ച് ചെയ്യാറുണ്ട്. മൊഡാല്, സെമി ടസർ, കോട്ടൺ ലിനൻ, പ്യുർ കോട്ടൺ, പ്യുർ ഹാൻഡ് ബ്ലോക്ക് കോട്ടൺ എല്ലാം വെച്ച് ചെയ്തിട്ടുണ്ട്. പ്യുർ കോട്ടൺ വാങ്ങിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഞാൻ പറയുകയാണ്, നിങ്ങൾ ഫസ്റ്റ് വാഷിന് മുമ്പ് മസ്റ്റായിട്ട് കളർ ഗാർഡ് ഒന്ന് യൂസ് ചെയ്യണേ. അപ്പോൾ കളർ ഗാർഡ് യൂസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയാം. എങ്കിലും ഞാൻ നമ്മുടെ ഫോളോവേഴ്സിന് വേണ്ടി ഒന്ന് പറയുകയാണ്, 3 ലിറ്റർ വെള്ളത്തിലേക്ക് 2 അടപ്പ് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫാബ്രിക് അതിനകത്ത് 3 മണിക്കൂർ വയ്ക്കുക. അതിന് ശേഷം വേണം അതെടുത്ത് പിഴിഞ്ഞ് ഉണക്കിയതിന് ശേഷം മാത്രമേ നമ്മുടെ ക്ലോത്ത് ഡിറ്റർജൻറ്റ് വാഷ് ചെയ്യാവൂ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഷോപ്പിൽ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൺലൈനിലും അതുപോലെ തന്നെ ഷോപ്പിലും സ്റ്റിച്ചിങ് അവൈലബിൾ ആണ്. ഡിസൈനർ ടീമിൻ്റെ നമ്പർ ഞാനൊന്ന് പറയാം: 8891060225, 8891060225. ഷോപ്പിൻ്റെ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് മോർണിംഗ് 9:30 AM മുതൽ ഈവനിങ് 7:30 PM വരെയാണ്. നമ്മുടെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്തിൽ ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. നമ്മൾ ആദ്യം രാവിലെ ആയിരുന്നു എല്ലാം തന്നെ പോസ്റ്റ് ചെയ്യാറ്. പിന്നീട് അത് 2 എണ്ണം ഉച്ച കഴിഞ്ഞത്തേക്ക് മാറ്റി. ഇപ്പോൾ നമ്മൾ പിന്നെയും പഴയതുപോലെ തന്നെ രാവിലെ 7:30 മുതലാണ് നമ്മൾ വീഡിയോ ഇനി പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ രാവിലെ 3 വീഡിയോ ആയിരിക്കും റണ്ണിങ് ഫാബ്രിക്സിൻ്റെ ഉണ്ടാവുക. 7:30 AM, 8 AM, 8:30 AM. പിന്നെ 9 AM, 9:30 AM വരുന്നത് കോട്ടൺ ഷർട്ടിങ്ങോ അല്ലെങ്കിൽ കുർത്തയോ സാരിയോ ടേബിൾ ഷീറ്റോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ആ ഒരു സമയത്തിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. ഒരു 10:30 ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ വീഡിയോസ് എല്ലാം തന്നെ പോസ്റ്റിംഗ് കഴിയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ഓർക്കണം, 9:30 AM ഷോപ്പ് വർക്ക് ആവുന്നത്, 7:30 AM വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടൈം ഗ്യാപ്പ് ഒന്ന് മനസ്സിൽ എല്ലാവരും കരുതണം. അതുപോലെ തന്നെ കുറേ മെസ്സേജസ് വരുന്നത് കൊണ്ടാണ് ഡിലേ വരുന്നത്. അതല്ലാതെ നമ്മൾ ആരെയും മനഃപൂർവ്വം ഒഴിവാക്കുന്നതല്ല. അത് നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചിട്ട് വേണേ പർച്ചേസ് ചെയ്യാനായിട്ട്. പ്രൊഡക്റ്റുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളെ ഒന്ന് ഫോളോ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.